എന്താ കയ്യില്? പുഷ്പാഞ്ജലി. വന്നപ്പോഴേ പ്രാസ കോമഡി. അവിടെ ഒരു പ്രാസ കോമഡി. ഞാൻ എത്ര വട്ടം പറഞ്ഞ എന്നോട് അമ്പലത്തിൽ വരെ ഒന്ന് വരാനായിട്ട്. ഞാൻ വന്നില്ലല്ലോ, നീ ഒറ്റയ്ക്ക് അമ്പലത്തിൽ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോയി. എന്റെ ചേട്ടനില്ല, അവന്റെ ശല്യം ഇന്നും ഉണ്ടായിരുന്നു. അവനോ? അവനെന്താ പറഞ്ഞു? ഈ സാരി എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പോലും. ചേരുന്നുണ്ടെന്നല്ലേ പറഞ്ഞു, അല്ലാതെ മോശമായിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. അത് മാത്രോ? എന്റെ നമ്പർ അവൻ എവിടുന്നോ കിട്ടി. വാട്സാപ്പിൽ ശല്യം എനിക്ക്. വാട്സാപ്പിൽ ശല്യം ചെയ്തോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഗുരുക്കളമ്മാവനെയും നിന്റെ ആങ്ങളെ കുറിച്ച് വിളിക്കാം. അല്ലെങ്കിലും അവര് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം, അല്ല പറഞ്ഞു, അവരെഞ്ഞു പറഞ്ഞ അവരോട് പറഞ്ഞു, അവരോട് ഒന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി പോരെ. മതി. നീ എന്ത് കണ്ടോ, ഇനിയും മോതലാവാൻ നിന്നെ ശല്യം ചെയ്തില്ല. അത് മതി. എല്ലാത്തിനും ഒരു ഇരിക്കാനായിട്ട് തൊരച്ച് നീ ഒന്നും മിണ്ടണ്ട, നീ അവനെ ഇനി വിളിച്ച് വരുത്തിയാ മതി. നയപരമായിട്ട് സന്തോഷത്തോടുകൂടി അവനെ വരുത്തുക. ഞങ്ങളുള്ളവരും പറയുകയും വേണ്ട. എനിക്ക് പേടിയോ? കണ്ണൂർ ജനം എന്ന് പറഞ്ഞ ആണും കൊള്ള ആണും അല്ലേ? അപ്പൊ വനിതാ ജലം അത് പെണ്ണുങ്ങൾക്കുള്ളതാണ്. ധൈര്യം എന്റെ കൈ കുറച്ച് വരും. പഞ്ചസാര നാളെ ഷുഗർ തന്നു നല്ലത്. മറ്റേ അവനെ കീച്ചാനായിട്ട് എന്റെ കൈ പറക്കി വന്നു. അതാണ് അവനെ വിളിച്ചിരുന്ന ഫോൺ വിളിയോനെ. എടി നീ വിളിക്ക്, ഇവിടെ ഞങ്ങളില്ല. വിളിക്കോ? ഞങ്ങൾ ആരും ഇവിടെ ഇല്ല, നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ വിളിക്കാൻ അവൻ വരും. ഇന്ന് ഇവിടെ ചോരപ്പുഴ ഒഴുകുകയാ. വരട്ടെ. വരട്ടെ. എനിക്ക് പിന്നെ തല്ലാണ്ടൊരു വല്ലാത്തൊരു എന്നെ ഒന്ന് തടഞ്ഞേക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്നെ തടഞ്ഞേക്കണം. എല്ലാം ഉണ്ടോ? ഇവിടെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ, വരാൻ പറ. എന്തുവായത്? ഒരു ബെല്ല് പോലും തികച്ചടിച്ചില്ലല്ലോ. അതേന്നേ. അതെ, പിന്നെ എന്റെ പേര് അഞ്ജു എന്നല്ല കേട്ടോ, അഞ്ജലിന്നാ. കിച്ചു ആരാ? ഓ, നല്ല പേരാട്ടോ, എനിക്കിഷ്ടായി. ഉടനെ ഒരു ഡ്രസ്സിലങ്ങ് പിടിച്ച് ഇന്ന് ഇവനെ അടി കൊണ്ട് തുണിയില്ലാതെ ഓട്, നീ നോക്കിക്കോ. അതൊക്കെ ഞാൻ പറയാം. കിച്ചു ഇപ്പൊ എവിടാ നിക്കുന്നേ? എന്നാ ഒരു കാര്യം ചെയ്യോ, എന്റെ വീട്ടിലോട്ട് വരുവോ? ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ ഇപ്പൊ ഇങ്ങ് വരും. അവൻ കുറ്റി പറിഞ്ഞ് വരും. നീ സ്നേഹത്തോടെ അവനെ അകത്ത് കയറ്റുക, എന്നിട്ട് കഥവിന് കുറ്റിയിടുക. ഞങ്ങൾ അകത്തില്ലയോ? ഞങ്ങൾ അകത്തിരിക്കില്ലയോ? ഒരു സമയമാകുമ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങി വരും. അത്രേ മനസ്സിലായോ? ഒരു ടെൻഷനും അങ്ങനെയാണല്ലോ. എനിക്കിത് വിശ്വസിക്കാവോ? വേണമെങ്കിൽ ഒന്ന് നുള്ളി നോക്കിക്കോ. ആ, ഇപ്പൊ വിശ്വാസമായോ? ഞാൻ താമസിച്ചോ? കറക്റ്റ് ടൈമാ. അധികം പുറത്തു നിന്ന് കറങ്ങണ്ട, അകത്തേക്ക് കേറി വാ. ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. കിച്ചു, എന്തോ? ആ ലോക്കം കിട്ടാറ്. ലോക്ക് ഇട്ടോ കിച്ചു? അല്ല കിച്ചു, ഇട്ടു.
കിച്ചി ഇരിക്കി. വാവേരിക്ക്. കിച്ചു ഇരിക്കി. വാവേരിക്ക്. ഇരി കിച്ചു. വാവേരിക്കുന്നു. ഇരിയടാ. ഓ ദേഷ്യക്കാരിയാ. ദേഷ്യമൊക്കെ ഞാൻ തീർക്കുന്നുണ്ട്. കിച്ചു അംഗീകരിക്കാം. പിന്നെ എൻ്റെ മൂക്കി 2 കാര്യം വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ ചേച്ചി എനിക്ക് വളയും. നിന്റെ മൂക്കലെ കാര്യം പൊട്ടിയാലോടാ. ഈ ചേച്ചി ചേട്ടൻ. ചേട്ടനുള്ളോണ്ട് തന്നെയാണോ നിന്നെ വിളിച്ചു വരുത്തിയത്? ചേട്ടൻ മാത്രമല്ലടാ, ആങ്ങളെ അമ്മാനും ഒക്കെ ഉണ്ട്. നിനക്ക് എന്റെ പെണ്ണുപിള്ളയുടെ ഡ്രസ്സ് കൊള്ളാല്ലേ? അയ്യോ എന്റെ പൊന്നേട്ടാ, അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചാ. ചേച്ചി ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ മെറ്റീരിയൽ കൊള്ളാന്നാ ഞാൻ നിക്ക് ഒരു മിനിറ്റ്. എന്നെ ഒറ്റയ്ക്കിട്ട് നിങ്ങൾ എന്തിനു പണിയാ കാണിച്ചത്? ഞാനിപ്പോ അവനെ കൊന്നേനെയാണ്. നിനക്ക് ഏത് ഡ്രസ് ഇട്ടേക്കുന്നതെന്ന് അറിയണല്ലടാ ഞാൻ. അല്ല ഏട്ടാ, അയ്യോ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. എനിക്ക് ഈ ചെറിയ ഓൺലൈനിലൊക്കെ കുറച്ച് തുണിക്കച്ചവടം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഏറ്റവും നല്ല മോഡൽ ഏതാണെന്ന് ചേച്ചിയോട് ചോദിച്ചതാ. ഓൺലൈൻ ഇടിജിന്റെ ഓഫ്ലൈനാക്കും ഇങ്ങനെ നാട്ടുകാർ മുമ്പ് കളിക്കുന്ന പരിപാടി ഈ കുടുംബത്തിൽ നടക്കത്തില്ലടാ. നിന്റെ മുട്ടുകാലിലും തല്ലി ഓടിച്ച് നിന്നെ പിണ്ടിത്തോളായിട്ട് ഞാൻ ഇവിടുന്ന് വിടത്തോളാ തന്നെ. ഈ തല്ല് മേടിച്ച് ആശുപത്രി കിടക്കുമ്പോഴേ നാട്ടുകാരി ഒന്നിക്കുമ്പോ പറയണം ആരാ തല്ല്. പുലിത്തറയുടെ കർണാടന്റെ മോനും അളിയനാണെന്ന് പറഞ്ഞ കേട്ടോടാ. ഞാനും എന്റെ അവൻ എനിക്ക് മൂക്കിന്റെ പോയാലും അങ്ങനെ മധുവായത്. അതെ എന്റെ കൗണ്ട് എന്താ പറ്റി തക്കാളിപ്പള്ളി ഇതോട് തന്നെ വരുമോ? 2 ദിവസം കഴിയുമ്പോൾ നീര് വരും. അല്ലാതെ ആര് വരാൻ? അല്ല നരേന്ദ്രപ്രസാദിന്റെ ഒന്നും മിണ്ടാത്ത നിലത്തിട്ട് നെന്തത്തെ ഓടുമ്പോ എന്തോ ഉണ്ടാകാനാ. അല്ല ഈ നാട്ടുകാര് ചോദിച്ചാ ഞാൻ ഇനി എന്തെന്ന് പറയണം? പുലിത്തറയിലെ കർണാടന്റെ മക്കളെ കരാട്ടെ അറിയാവുന്നവരെ ചവിട്ടി കൂട്ടിയെന്ന് പറഞ്ഞാൽ മതി. അല്ലയോടാ? നല്ല ബെസ്റ്റ് ടീം.